കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. ബി.ജെ.പി. കേരള ഘടകത്തിന്റെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ദേശീയ നേതൃത്വം. ഈ മാസം തന്നെ സംസ്ഥാന ഘടകത്തിന് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. നിലവിൽ കെ. സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷൻ. 2020 സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. സുരേന്ദ്രന്റെ കാലയളവിൽ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമായിരുന്നതിനാൽ തന്നെ പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിനും അനിശ്ചിതത്വമുണ്ട്. സുരേന്ദ്രന് ഒരവസരം കൂടി നൽകില്ല എന്നാണ് സൂചന. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയാണ് ദേശീയ നേതൃത്വം നോക്കിവച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറുമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ രാജീവിന് ഇതിൽ താൽപ്പര്യമില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ബിസിനസ്സുകാരൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായാൽ കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ സംസ്ഥാന ബി.ജെ.പിയിലെ ഗ്രൂപ്പിസവും ചന്ദ്രശേഖറിനെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സാമുദായിക നേതാക്കളുമായുള്ള അടുപ്പം, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനം എന്നിവയാണ് ദേശീയ നേതൃത്വത്തെ ആകർഷിക്കുന്നത്. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇത് കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തെ സജീവ നേതാവിലേക്കാണ് പരിഗണന പോകുക. അങ്ങനെ വരുമ്പോൾ എം.ടി. രമേശിനാണ് മുൻഗണന എന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിലൊരാളാണ് എം.ടി. രമേശ്. ജനുവരി 20 തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ അറിയാൻ സാധിച്ചേക്കുമെന്നാണ് സൂചനകൾ. കെ. സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ നിരന്തരം ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെടുന്നുണ്ട്. ഇക്കാലയളവിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള നിരവധി നേതാക്കൾ ബി.ജെ.പി. വിടുകയും ചെയ്തിരുന്നു. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തി പിറ്റേ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇതെല്ലാമാണ് സുരേന്ദ്ര വിരുദ്ധ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ബി.ജെ.പി. ടിക്കറ്റിൽ ആദ്യമായി ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് എം.പി. ഉണ്ടായതായാണ് സുരേന്ദ്രപക്ഷം നേട്ടമായി അവകാശപ്പെടുന്നത്. അതേസമയം കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. ഈ വർഷം സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. എം.ടി. രമേശിന് പുറമെ ശോഭാ സുരേന്ദ്രനും അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത തെളിയുന്നുണ്ട്. എന്നാൽ ഇവരിൽ ആരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക എന്നത് ഈ മാസം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.